ഹായ് മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെട്രിസസിന്റെ മൂന്നാമത്തെ ലെക്ചറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ച 2 ലെക്ചേഴ്സ് ഉണ്ടായിരുന്നല്ലോ. എന്താണ് മെട്രിസസ് എന്നുള്ളതുള്ള ടോപ്പിക് കാര്യങ്ങളും അതിന്റെ ടൈപ്പുകളും ഒക്കെ. ഇതിന്റെ ബേസ്ഡ് ആയിട്ട് വരുന്ന എക്സസൈസ് പ്രോബ്ലംസ് ആണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 3.1 ആണ്. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇൻ ദ മെട്രിക്സ് A equals matrix 2, 5, 19, minus 7, 35, minus 2, 5 by 2, 12, root 3, 1, minus 5, 17. റൈറ്റ്. അപ്പൊ ഇതാണ് നമ്മളുടെ മെട്രിക്സ്. ഇനി ഈ മെട്രിക്സിനെ ആസ്പദമാക്കി വരുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ്, ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഓർഡർ കണ്ടുപിടിക്കുക. സോ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ ഓഫ് എ. ഓർഡർ ഓഫ് എ ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എന്താണ് എയുടെ ഓർഡർ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. സോ 1, 2, 3. 3 rows by 1, 2, 3, 4 കോളംസ്. സോ ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് 3/4. അടുത്ത ചോദ്യം, ദ നമ്പർ ഓഫ് എലമെന്റ്സ്. എയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ. എലമെന്റ്സ് ഇൻ എ. എയിലുള്ള എലമെന്റുകളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, ഒന്നുകിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് കൗണ്ട് ചെയ്ത് നോക്കാം അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സപ്പോസ് ഇവിടെ മെട്രിക്സ് തന്നിട്ടില്ല, ഓർഡർ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് റോസ് ടൈംസ് നമ്പർ ഓഫ് കോളംസ്. അതാണ് എന്തെന്ന് പറയുന്നത്? എലമെന്റ് ഇൻ എ എന്ന് പറയുന്നത്. സോ 3 times 4 12 ആണ്. 12 അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 എലമെന്റ്സ് ആണ് എക്കുള്ളത്. സോ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എത്രയാണ്? 12 ആണ്. അടുത്തത്, റൈറ്റ് ദ എലമെന്റ്സ് A13, A21, A33, A24, A23. അപ്പൊ ഈ എലമെന്റുകളൊക്കെ ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതുക. സോ ആദ്യം നമുക്ക് ഏത് നോക്കാം? A13 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് റോ തേർഡ് കോളത്തിൽ വരുന്ന എലമെന്റ്. ഫസ്റ്റ് റോ തേർഡ് കോളത്തിൽ വരുന്ന എലമെന്റ് ഏതാ? 19. അടുത്തത് A21 ഏതാ? A21 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. 35. അടുത്തത് A33 എന്ന് പറഞ്ഞാൽ എന്താ? തേർഡ് റോ തേർഡ് കോളം -5. അടുത്ത് A24 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് റോ ഫോർത്ത് കോളം. ആരാണ്? 12. അടുത്ത് A23 എന്ന് പറഞ്ഞാലോ? സെക്കൻഡ് റോ തേർഡ് കോളം. A21 ഉണ്ട്, 23 ഉണ്ട്, 24 ഉണ്ട്, 22 മാത്രമില്ല അല്ലേ? സാരില്ല. A23 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ തേർഡ് കോളം. സെക്കൻഡ് റോ ആണിത്. ഫസ്റ്റ് റോ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. സോ തേർഡ് കോളം ഏതാണ്? സെക്കൻഡ് റോ തേർഡ് കോളം എന്ന് പറയുന്നത് 5/2. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾക്ക് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു എലമെന്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തു? കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എന്താണ് അടുത്ത ചോദ്യം? ഇഫ് എ മെട്രിക്സ് ഹാസ് 24 elements, what are the possible orders it can have? ഓക്കെ, സോ 24 elements ആണെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ച് പുറത്തോട്ട് എഴുതാം. ഓക്കെ, സോ 24 elements ആണെങ്കിൽ പോസിബിൾ ഓർഡേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, പോസിബിൾ ഓർഡേഴ്സ് ആർ, നമുക്കറിയാം എലമെന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് റോ ടൈംസ് കോളം. നമ്പർ ഓഫ് റോസ് ടൈംസ് നമ്പർ ഓഫ് കോളംസ് ആണ്. ഓർഡർ എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് റോ ബൈ നമ്പർ ഓഫ് കോളം. സോ ഇതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണോ ഇതായിരിക്കും നമ്മളുടെ ഓർഡർ എന്ന് പറയുന്നത്. സോ ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ മതി. എങ്ങനെ ചെയ്യാം? ഇതിനെ ഏതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും?
24നെ 1 ടൈംസ് 2 24 എന്ന് പറഞ്ഞ് എഴുതാം അല്ലേ? ഇനി 2ന്റെ എഴുതാൻ പറ്റുമോ? യെസ്, 2 ടൈംസ് 12 എഴുതാം. 3 ആണെങ്കിലോ 3 ടൈംസ് 8. 4 ആണെങ്കിലോ 4 ടൈംസ് 6. ഇനി അടുത്ത 5 പറ്റോ? ഇല്ല. അടുത്ത 6 ആണെങ്കിലോ 6 ടൈംസ് 4. അങ്ങനെ നമ്മൾ ഒരിടത്ത് എത്തിയിട്ട് നമ്മൾ അതിൻ്റെ തിരിച്ചുള്ള രീതിക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ബാക്കിയെല്ലാം തിരിച്ചങ്ങ് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, മൊത്തം ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ നിൽക്കണ്ട. ഇനി അങ്ങനെ തിരിച്ചു വരുന്ന അടുത്തവരെ എത്തിയില്ലെങ്കിൽ എന്താണ്, 10-നകത്തുള്ള ആൾക്കാർ മാത്രം നോക്കിയാൽ നമുക്കൊരു എത്രയാണ് 2 ഡിജിറ്റ് നമ്പറൊക്കെ ആണെങ്കിൽ 10-നകത്തുള്ള ആൾക്കാർ നോക്കിയാൽ മതി കേട്ടോ. 10-ന് പുറത്തോട്ടുള്ള ആൾക്കാർ നോക്കണ്ട. 3 വന്നാൽ മാത്രം അതിന് പുറത്തോട്ടുള്ള ആൾക്കാരും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സോ നമുക്കിവിടെ 24 6 ടൈംസ് 4 വരുന്നത് എന്താണ്? 24 ആണ്. അടുത്ത് 6 ടൈംസ് 4 വന്നു. പിന്നെ അടുത്ത ബാക്കി ഇതിൻ്റെ ഒക്കെ ബാക്കിലോട്ട് എഴുതിയാൽ പോരെ. 8 ടൈംസ് 3 ഉണ്ട്, 12 ടൈംസ് 2 ഉണ്ട്, 24 ടൈംസ് 1 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ആണ് 24 എലമെന്റ്സ് വരുന്നതിന് പോസിബിൾ ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്തത്, വാട്ട് ഇഫ് ഇറ്റ് ഹാസ് 13 എലമെന്റ്സ്? 13 എലമെന്റുകളാണുള്ളതെങ്കിൽ എന്താണ് പോസിബിൾ ഓർഡർ? 13 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ ആണ്. 13 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ ആണ്. ഓക്കെ, പ്രൈം നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അതിന് ആകെ ഒരു 2 ഫാക്ടേഴ്സേ ഉള്ളൂ, 1ഉം ആ നമ്പർ ഇറ്റ് സെൽഫും. സോ അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? എയ്തർ ഇറ്റ് ക്യാൻ ബി എ റോ മെട്രിക്സ് ഓർ ഇറ്റ് ക്യാൻ ബി എ കോളം മെട്രിക്സ്. ഓക്കെ, അപ്പം എലമെന്റുകളുടെ എണ്ണം പ്രൈം നമ്പേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിന് റോ മെട്രിക്സ് ആകാം അല്ലെങ്കിൽ കോളം മെട്രിക്സ് ആകാം. അതല്ലാതെ ഒരു മെട്രിക്സ് ആകാൻ അതിന് പറ്റത്തില്ല. ഓക്കെ, സോ കാരണം ഓർഡർ എന്തായിരിക്കും? എയ്തർ 1 ടൈംസ് 13 വരാം അല്ലെങ്കിൽ 13 ടൈംസ് 1 വരാം. അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പേഴ്സിന്റെ നാച്ചുറൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ 13 എഴുതാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, സോ നമുക്കപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇനി ഇഫ് എ മെട്രിക്സ് ഹാസ് 18 എലമെന്റ്സ്, വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? വാട്ട് ഇഫ് ഇറ്റ് ഹാസ് 5 എലമെന്റ്സ്? നമ്മുടെ നേരത്തെ സെയിം മോഡൽ തന്നെയാണ്. 18 എലമെന്റ് ആണെങ്കിൽ അപ്പൊ ഒന്ന് എഴുതാം, 18 elements. Possible orders it can. Possible orders are ഏതൊക്കെയായിരിക്കും? ഒന്ന് എഴുതി നോക്കിക്കേ. ആദ്യം 1 ടൈംസ് 18. അടുത്ത് എന്ത് ചെയ്യാം? വീണ്ടും 18 ടൈംസ് 1 എന്ന് എഴുതിയിട്ട് നിങ്ങൾ അടുത്ത് പോയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. 1 ടൈംസ് 18. അടുത്ത് 2 ടൈംസ് 9. അടുത്തോ 3 ടൈംസ് 6 അല്ലേ? ഇനി അടുത്ത് 4 ടൈംസ് പറ്റോ? ഇല്ല. 5 ടൈംസ് പറ്റോ? ഇല്ല. അടുത്ത് 6 ടൈംസ് 3. സോ 6 ടൈംസ് 3, 9 ടൈംസ് 2, 18 ടൈംസ് 1. ഇത്രയും പോസിബിൾ ഓർഡേഴ്സ് ആണ് ഇവർക്ക് പറ്റുന്നത്. 18 എലമെന്റ്സ് ഉണ്ടെങ്കിൽ വരാൻ പറ്റുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ 5 എലമെന്റ്സ് ആണെങ്കിൽ 5 എന്താണ്? പ്രൈം ആണ്. സോ ഇറ്റ് ക്യാൻ എയ്തർ ബി എ റോ മെട്രിക്സ് ഓർ column matrix. So possible orders are ഏതൊക്കെയാണ്? 5 ടൈംസ് 1ഉം വരാം, 1 ടൈംസ് 5ഉം വരാം. 5 ടൈംസ് 1 എന്ന് പറയുമ്പോൾ എന്ത് മെട്രിക്സ് ആയിരിക്കും? നോക്കിക്ക് എത്ര കോളമാണുള്ള? ഒറ്റ കോളമേ ഉള്ളൂ. സോ 5 ടൈംസ് 1 എന്ന് പറയുമ്പോൾ അതൊരു കോളം മെട്രിക്സ് ആയിരിക്കും. 1 ടൈംസ് 5 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു റോ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. Construct a 2x2 matrix A equals matrix Aij whose elements are given by. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെയാണ്? Aijയുടെ കളക്ഷൻ ആയിട്ട് വരുന്ന എലമെന്റ് ആണ്. അതിന്റെ ഓർഡർ എത്രയാണ്? 2x2 മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓർഡർ 2x2 ആണ്. എന്നിട്ട് Aijയുടെ ഫോമും തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? I plus j the whole square by 2. ആ ഒരു ഫോമിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എങ്ങനെ വരുന്നത് ക്രിയേറ്റ് ചെയ്യാൻ, മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള മോഡൽ. ആദ്യം നമ്മൾ എന്ത് എഴുതണം? ആദ്യം നമ്മൾ എനെ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, സോ എ ഈക്വൽസ് മെട്രിക്സ് 2 2 ആയതുകൊണ്ട് എന്ത് ചെയ്യാം? A11, A12, A21, A22. അപ്പോൾ 4 എലമെന്റുകളാണ്. ഈ 4 പേരെയുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് ചെയ്തു നോക്കാം. ആദ്യം A11 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 + 1 the whole square by 2.
ഓക്കെ 1 + 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാ 2 സ്ക്വയർ. സോ 2 സ്ക്വയർ ബൈ 2 എത്ര വരും 2 വരും. 2 സ്ക്വയർ 4 ആണ്. 4/2 2 ആണ്. അടുത്ത് A12 എന്ന് പറയുമ്പോൾ എന്ത് വരും 1 + 2. ഇവിടെ നമ്മൾ ഐയുടെ സ്ഥാനത്ത് 1ഉം ജെയുടെ സ്ഥാനത്ത് 2ഉമാണ്. ഐ എന്ന് പറയുന്ന നമ്പർ ഓഫ് റോസ്, ജെയ്സ് എന്ന് പറയുന്നത് എന്താണ് നമ്പർ ഓഫ് കോളം. സോ ഐ ജെ ഫോം. അപ്പോൾ ഇവിടെ ഐ പ്ലസ് ജെ മോഡലാണ് വരേണ്ടത്. സോ 1 + 2 ദ ഹോൾ സ്ക്വയർ ബൈ 2 എത്ര വരും 3 സ്ക്വയർ. 3 സ്ക്വയർ എത്ര 9. സോ ഇത് 9/2 ആയിരിക്കും. അടുത്ത് 21 എന്ന് പറയുമ്പോൾ എത്രയാ 2 + 1 ദ ഹോൾ സ്ക്വയർ ബൈ 2 വരും. അതും എത്ര തന്നെ വരും 9/2 വരും. ഓക്കെ 3 സ്ക്വയർ 9/2. അടുത്ത് A22 എത്ര വരും 2 + 2 ദ ഹോൾ സ്ക്വയർ ബൈ 2. 2 + 2 എത്ര 4. സോ ഇത് വരും 4 സ്ക്വയർ ബൈ 2. 4 സ്ക്വയർ എത്രയാ 16. 16/2 എന്ന് പറയുന്നത് 8 ആണ്. സോ നമുക്കിവിടെ കിട്ടും 8 എന്നുത്തരം കിട്ടും. സോ നമ്മളുടെ മെട്രിക്സ് എന്തായിരിക്കും? നിങ്ങൾ ഒന്നും കൂടെ എ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് എഴുതുക. ഓക്കെ എങ്ങനെ എഴുതണം? ഇവിടെ A = എന്തായിരിക്കും നമുക്ക് വരുന്ന മെട്രിക്സ്? ഒന്ന് എഴുതിക്കേ. A11 സ്ഥാനത്ത് 2 വരണം. അടുത്ത് 9/2 വരണം. അടുത്ത് ഇവിടെയും 9/2 വരണം. അടുത്ത് 8 വരണം. ഓക്കെ സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. സെയിം തന്നെയാണ് 2/2 മെട്രിക്സ് ആണ്. AIJയുടെ മോഡൽ എന്ന് പറയുന്നത് എന്താണ് I/J ആണ്. ഓക്കെ സോ നമ്മളുടെ മെട്രിക്സ് A എന്ന് എഴുതി നോക്കാം. A എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരുന്നത്? A11 A12 9 അല്ല A ആണ്. A12 A21 A22. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം A11 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഐക്കും 1 ജെയ്ക്കും 1. സോ 1/1 വിച്ച് ഇസ് നത്തിങ് ബട്ട് 1. അടുത്ത് A12 എന്ന് പറയുമ്പോഴോ 1/2 അഥവാ 1/2 തന്നെയാണ്, ഹാഫ് തന്നെയാണ്. ഓക്കെ അടുത്ത് A21 എന്ന് പറയുമ്പോഴോ 2/1 I/J അല്ലേ? യെസ് 2/1 വിച്ച് ഇസ് നത്തിങ് ബട്ട് 2. ഓക്കെ അടുത്ത് A22 എന്ന് പറഞ്ഞാലോ 2/2 which is nothing but 1. ഓക്കെ സോ നമ്മളുടെ മെട്രിക്സ് എങ്ങനെ വരും? A = മെട്രിക്സ് 1 1/2 2 1. സോ ഇങ്ങനെ വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. I + 2j the whole square by 2. സെയിം 2/2 മെട്രിക്സ് ആണ്. സോ നമ്മളുടെ A എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? A = നേരത്തെ പോലെ തന്നെ A11 A12 A21 A22. ഓക്കെ ആദ്യം നമുക്ക് A11 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 1 + 2 × 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ 2 × 1 the whole square by 2. ഇതെങ്ങനെ വരും? 1 + 2 × 1 2 ആണ്. സോ 1 + 2 3. സോ ദിസ് ഈസ് 3 സ്ക്വയർ ബൈ 2 which is nothing but 9/2. ഓക്കെ അടുത്ത് A12 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 + 2 × 2 whole square by 2. ഓക്കെ 2 × 2 എത്രയാണ്? 4. 4 + 1 5 ആണ്. 5 സ്ക്വയർ 25. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് 25/2 എന്ന് പറയാൻ പറ്റും. ഓക്കെ എങ്ങനെയാണ് നോക്കിയത്? 2 × 2 4 4 + 1 5 5 the whole square എന്ന് പറയുന്നത് 25/2. ഓക്കെ നമ്മളിത് 2 സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒറ്റ ഇതിൽ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. അടുത്ത് A21 എങ്ങനെ വരും? 2 + 2 × 1 the whole square by 2. ഇവിടെയൊക്കെ ചെയ്യുന്നത് ഐയുടെ സ്ഥാനത്ത് ആദ്യം കിടക്കുന്ന വാല്യൂ കൊടുക്കുന്നു, ജെയുടെ സ്ഥാനത്ത് രണ്ടാമത് വരുന്നത്. അതിൻ്റെ പൊസിഷനിൽ റോത്ത് പൊസിഷൻ എന്ന് പറയുന്ന ഐയും കോളംത്ത് പൊസിഷൻ എന്ന് പറയുന്ന ജെയിനെയും സൂചിപ്പിക്കുന്നു. ഓക്കെ അപ്പോൾ അതായി ഇനി എന്താണ്? അപ്പോൾ നമുക്കിത് നോക്കാം. 2 × 1 2 2 + 2 4 4 സ്ക്വയർ 16 16/2 8. ഓക്കെ നമ്മൾ ഏത് റൂളാണ് ഉപയോഗിച്ചേ? ബോഡ്മാസ് റൂൾ.
ഓക്കെ, ആദ്യം ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ആൾക്കാർ ചെയ്യുന്നു. ബ്രാക്കറ്റിൻ്റെ അകത്ത് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം, അഡീഷൻ എന്നിട്ട് എക്സ്പോണൻറ്റ്, അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ. ഓക്കെ, സോ അടുത്ത് A22 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 + 2 × 2 the whole square by 2. ഓക്കെ, സോ 2 × 2 എത്രയാണ്? 4. 4 + 2 6. 6 സ്ക്വയർ എന്ന് പറയുന്നത് 36. സോ 36/2 എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. ഓക്കെ അല്ലേ? സോ 2 × 2 4, 4 + 2 6, 6 സ്ക്വയർ 36, 36/2 18. സോ നമ്മളുടെ ഇവിടെ ആൻസർ എത്ര വരും? A = 9/2, 25/2. അത് ഞാൻ കറക്റ്റ് ആ ഒരു ഓർഡറിൽ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി പോകുന്നത്. നമ്മൾ നോക്കുക, കറക്റ്റ് ആളെ കറക്റ്റ് പ്ലേസിൽ തന്നെ മാർക്ക് ചെയ്യുക. അതായത് എല്ലാവരും എഴുതി വെക്കാന്ന് തന്നെ 9, 25/2, 80, 80 എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചാൽ കറക്റ്റ് ആകത്തില്ല. കറക്റ്റ് പൊസിഷൻ കറക്റ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, സോ അടുത്ത് 8, 18. ഓക്കെ അല്ലേ? ഇതാണ് നമ്മളുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കൺസ്ട്രക്ട് എ 3/4 മെട്രിക്സ് ഹൂസ് എലമെന്റ്സ് ആർ ഗിവൺ ബൈ. സോ 3/4 മെട്രിക്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എലമെന്റ് അപ്പൊ നമുക്ക് ഇത്രയും നേരം 2/2 ആയിരുന്നു. ഇപ്പൊ നമ്മൾ എന്താണ് 3/4 മെട്രിക്സ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് അതിന്റെ ഇത് തന്നിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ ആദ്യം നമ്മളുടെ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഡിഫൈൻ ചെയ്യുക. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതെന്ത് മെട്രിക്സ് ആണ്? ഒരു 3/4 ആണ്. സോ 3 റോയും 4 കോളവും ഉണ്ട്, 12 എലമെന്റ്സ് ഉണ്ട്. നേരത്തെ നമ്മൾ 4 നോക്കിയോളെങ്കിൽ ഇപ്പോൾ 12 ആൾക്കാരെ നോക്കണം. ഓക്കെ, സോ എങ്ങനെ വരും? A11, A12, A13, A14. ഓക്കെ, 4 കോളം. അടുത്ത് A21, A22, A23, A24. അടുത്ത് A31, A32, A33, A34. സോ നമ്മൾ അത് എഴുതി വയ്ക്കുക. ഞാൻ കുറച്ച് ഇപ്പുറത്തോട്ട് എഴുതുകയാണ്, അപ്പോൾ സ്ഥലം തീർക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. അത് ആദ്യം എഴുതി വെക്കുക. ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് കണ്ടുപിടിക്കാം. സോ A11 ഒറ്റയടിക്ക് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇട്ടും ചെയ്യാം, പക്ഷേ അത് കുറച്ച് ലെങ്തി ആകും, നമുക്ക് കാണുമ്പോൾ മനസ്സിലാകില്ല. അപ്പോൾ നീറ്റ് എന്ന് പറയുന്ന ഓരോരുത്തരായിട്ട് എടുത്തിട്ട് പിന്നെ അത് നമ്മൾ എഴുതുന്നതാണ് കേട്ടോ. സോ A11 എങ്ങനെ വരും? A11 എന്ന് പറയുന്ന 1/2 മോഡുലസ് -3 × 1 + 1 മോഡുലസ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ വരും നമുക്ക് ചെയ്ത് നോക്കാം. -3 × 1 എത്ര? -3. സോ -3 + 1 എന്ന് പറയുന്നത് -2. മോഡുലസ് ആയതുകൊണ്ട് -2 എന്തായിട്ട് മാറും? +2 ആയിട്ട് മാറും. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? 2/2 അഥവാ 1 ആണ്. ഓക്കെ, കണ്ടുപിടിച്ച മനസ്സിലായല്ലോ. -3 × 1 എന്ന് പറയുന്ന -3 + 1 എന്ന് പറയുമ്പോൾ അത് -2 ആകും. മോഡുലസ് ആയതുകൊണ്ട് നെഗറ്റീവ് വേണ്ട, പോസിറ്റീവ് മതി. സോ 2/2 1. ഓക്കെ, അടുത്ത് A12 എന്ന് പറയുന്നത് എന്താകും? 1/2 മോഡുലസ് -3 × 1 + 2. എങ്ങനെ വരും? -3 × 1 -3, -3 + 2. -3 + 2 എത്ര വരും? -1. -1ന്റെ മോഡുലസ് 1 തന്നെയാണ്. സോ ഉത്തരം എത്ര? 1/2 വരും. അടുത്ത് A13 എത്രയാ? 1/2 മോഡുലസ്. ഓക്കെ, അടുത്തെന്ത് വരും? -3 × 1 + 3 ഈക്വൽസ് -3 × 1 എത്ര? -3. -3 + 3 0. സോ 0 ആയതുകൊണ്ട് ഇത് എത്ര എന്ത് വരും? 0 വരും. അടുത്ത് A14 എന്ത് വരും? 1/2 മോഡുലസ് -3 × 1 + 4 മോഡുലസ്. ഓക്കെ, -3 × 1 -3, -3 + 4 1. സോ ഇതിൻ്റെ ഉത്തരം എത്ര വരും? 1/2. അടുത്ത് A21 എത്ര വരും? 1/2 മോഡുലസ് -3 × 2 + 1. ഓക്കെ, -3 × 2 എത്ര? -6. -6 + 1 എന്ന് പറയുന്നത് എത്ര വരും? -6 + 1 എന്ന് പറയുന്നത് -5. മോഡുലസ് ആയതുകൊണ്ട് 5 എടുത്താൽ മതി. സോ ഇറ്റ്സ് ആൻസർ വിൽ ബി 5/2. ഓക്കെ,
അടുത്ത് ഒരെണ്ണം കൂടെ എഴുതാം അല്ലേ. A22 എത്ര വരും? 1/2 മോഡുലസ് -3 × 2 + 2 അല്ലേ. IN ചെയ്യുന്ന തന്നല്ലോ. യെസ്, കറക്റ്റ് തന്നെ. അപ്പോൾ എങ്ങനെ വരും? -3 × 2 -6. -6 + 2 എത്രയാണ്? -6 + 2 -4. സോ -4/2. -4ന്റെ അബ്സല്യൂട്ട് ആകുമ്പോൾ 4 വരും. 4/2 2 ആണ്. സോ നമ്മളുടെ ഇവിടെ ഉത്തരം എത്ര കിട്ടും? 2 കിട്ടും. ഓക്കെ, അടുത്ത് എങ്ങനെ വരും? അടുത്ത് A22, അടുത്ത് A23. A23 എത്ര വരും? 1/2 മോഡുലസ് -3 × 2 + 3 ഈക്വൽസ്. സോ -3 × 2 -6, -6 + 3 എന്ന് പറയുന്നത് -3 ആണ്. അബ്സല്യൂട്ട് ആയതുകൊണ്ട് 3. സോ ഉത്തരം എത്ര ആയിരിക്കും? 3/2. ഓക്കെ, ഇവിടെ വരുന്നത് നമുക്ക് ആ ഓരോന്ന് കുറഞ്ഞാണ് വരുന്നത്, നോക്കിയാൽ മതി. സോ 2/2, 1/2, 0/2, പിന്നെ അടുത്ത് വീണ്ടും ഒന്ന് കയറി വന്നാൽ പോസിറ്റീവ്. അടുത്ത് ഇവിടെ വരുമ്പോൾ എന്താകും? 5/2, അടുത്ത് 4/2 2 ആയി. 3/2 അടുത്തപ്പോൾ എത്ര ആയിരിക്കും വരുന്ന? 2/2 ആയിരിക്കും. ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. A24 1/2 അബ്സല്യൂട്ട് ഓഫ് -3 × 2 + 4. ഓക്കെ, സോ -6 + 2 6 + 4 എത്ര വരും? 2. ഓക്കെ, -2 -2ന്റെ അബ്സല്യൂട്ട് 2 ആണ്. സോ ഇറ്റ് വിൽ ബി 2/2 1 ആയിരിക്കും. കറക്റ്റ് പറഞ്ഞില്ലേ? 3/2 കഴിഞ്ഞ അടുത്ത് 2/2 ആയിരിക്കും എന്ന്. യെസ്. അടുത്തിന് ഏതാണ്? അടുത്തിന് 25 ആണോ? അല്ല, അടുത്തിന് അടുത്താളെന്ന് പറഞ്ഞാൽ 31 ആണ്. സോ A31 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1/2 അബ്സല്യൂട്ട് ഓഫ് -3 × 3 + 1. -3 × 3 എത്ര? -9. -9 + 1 എന്ന് പറയുന്നത് -8. ഓക്കെ, -9 + 1 എന്ന് പറയുന്നത് -8 ആണ്. അബ്സല്യൂട്ട് ആയതുകൊണ്ട് 8. സോ 8/2 4. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ 8/2 ആണ്. ഇനി അടുത്ത് 7/2, 6/2, 5/2 ആ ഒരു മോഡലായിരിക്കും വരുന്നത്. നമുക്ക് നോക്കാം. A32 1/2 അബ്സല്യൂട്ട് ഓഫ് -3 × 3 + 2. ഓക്കെ, സോ -3 × 3 -9, -9 + 2 എന്ന് പറയുന്നത് എത്ര വരും? -7. സോ 7/2 പറഞ്ഞില്ലേ? യെസ്. അടുത്ത് A33 എത്ര വരുന്നത്? 1/2 അബ്സല്യൂട്ട് ഓഫ് -3 × 3 + 3. -9 + 3 -6. സോ അബ്സല്യൂട്ട് 6 ആണ്. 6/2 എത്ര? 3 വരും. അടുത്ത് A34 1/2 അബ്സല്യൂട്ട് ഓഫ് -3 × 3 + 4. -9 + 4 എത്രയാണ്? -5. സോ ഇറ്റ് വിൽ ബി 5/2. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ മെട്രിക്സ് എഴുതാൻ പറ്റുമല്ലോ. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും? ഞാൻ ഇവിടെ തന്നെ അങ്ങ് എഴുതുകയാണ്. എന്തായിരിക്കും എന്ന് പറയുന്ന മെട്രിക്സ് വരുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. A11 എത്രയാ? 1. അടുത്ത ആള് 1/2, അടുത്ത ആള് 0, അതിൻ്റെ അടുത്ത ആള് 1/2. 1/2. ഓക്കെ, അടുത്ത് എങ്ങനെയാ വരുന്നത്? 5/2, 2, 3/2, 1. അടുത്ത എങ്ങനെയാ വരുന്നത്? ഇവിടെ നിന്നാണ്. 4, 7/2, 4, 7/2, 3, 5/2. ഓക്കെ, സോ ഇതാണ് എന്ത്? നമ്മളുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. ക്ലിയർ ആണല്ലോ?